ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജസ് നിങ്ങൾക്കായിട്ടുള്ള എന്താണെന്ന് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണ്. സ്വാർഡ് ആൻഡ് റോസ്, ക്ലാരിറ്റി ആൻഡ് ട്രൂത്ത് റെവലേഷൻസ്, ഓണർ ആൻഡ് പ്രൊട്ടക്ഷൻ, ഡിറ്റർമിനേഷൻ. ഓക്കെ, അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവർക്ക് ചില സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവർ ഒരു ഡിറ്റർമിനേഷനോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആണ് എന്ന് ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ടെഡി ബൈ, ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂ ബ്ലൂമിങ് റൊമാൻസ്, ഫ്ലേർട്ടിങ്, വോണ്ട് ടു ഡേറ്റ്. ഇതൊരു ന്യൂ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്ന് എല്ലാവർക്കും ഉള്ളതല്ല, ഇത് സ്പെസിഫിക് മെസ്സേജാണ്. ചിലർക്കെങ്കിലും ഒരു പുതിയ ലവ് അവരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഡിവൈൻ പറയുന്നു. മാസ്ക്, ഹൈഡിങ് ട്രൂ ഫീലിങ്സ്, പ്രിറ്റൻഡിങ് ആൻഡ് ഡെല്യൂട്ട്, ഗ്യാസ് ലൈറ്റ് ആൻഡ് പേഴ്സോണിഫൈ. അതായത് ചിലരെങ്കിലും അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടം തന്നെയാണ്. അവരുടെ ട്രൂ ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്യുകയാണ് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഹെൽത്തി ചോയ്സസ്, സെൽഫ് ലവ്, സെൽഫ് കെയർ, ബീൻ ഹാപ്പിയർ, ലവ് ആൻഡ് ലൈഫ്. സ്വന്തം കാര്യവും കൂടി കുറച്ച് ശ്രദ്ധിക്കുക എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വളരെ വലിയ കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങളിലും കൂടി കുറച്ച് ശ്രദ്ധിക്കൂ, സന്തോഷമായിരിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. റെമിനിസൈസിങ്, മേക്കിംഗ് മെമ്മറീസ്, ലേൺ ഫ്രം ദ പാസ്റ്റ്, പെർസെപ്ഷൻ. നിങ്ങളെ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്, നിങ്ങളുമായിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങളും അവരും ഓർക്കുന്നു എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. സെഡക്ഷൻ, അട്രാക്ഷൻ, ടീസിങ്, ഹൂക്കിംഗ് അപ്പ്, ഡേറ്റ്, തേർഡ് പാർട്ടി ടെംപ്റ്റേഷൻ. അതായത് ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്നും ഇവരെ സെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട്, അവർക്കൊരു ടെംപ്റ്റേഷൻ ഒക്കെ കൊടുക്കുന്നതായിട്ട് കാണുന്നു. മീറ്റിംഗ് ആൻഡ് ടോക്കിംഗ്, സേവറിങ് ദ മൂമെൻറ്റ്, ഫീലിംഗ് എലിവേറ്റഡ്, ബിൽഡിംഗ് ഫ്രണ്ട്ഷിപ്പ്. ഞാൻ കഴിഞ്ഞ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ കണ്ട് ഒരു ഫ്രണ്ട്ലി ബേസിസിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല, മറ്റു ചിലർ കൂടെ ഉണ്ടായിരിക്കും, പക്ഷേ ഒരു ഫ്രണ്ട്ലി ബേസിസിൽ നിങ്ങൾ വളരെ നല്ലതായി സംസാരിക്കുന്നതായിട്ട് കാണുന്നതായിട്ടും കാണുന്നുണ്ട്. ലവ്, അൺകണ്ടീഷണൽ ലവ്, സെൽഫ് ലവ് ആൻഡ് ഹോൾനെസ്, അഫെക്ഷൻ ആൻഡ് അട്രാക്ഷൻ, സെൽഫ്ലെസ്നെസ്. അതായത് സെൽഫ്ലെസ് ആയിട്ടാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും പരസ്പരം സ്നേഹിക്കുന്നത്. നിങ്ങൾ സ്വയം സ്നേഹിക്കുകയും വേണം, അതേസമയം മറ്റേ ആൾക്കും പൂർണ്ണമായി സ്നേഹം കൊടുക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. സൺഗ്ലാസസ്, വാച്ചിങ്, ലുക്കിംഗ്, പെർസെപ്ഷൻ, സ്റ്റോക്കിംഗ്. നിങ്ങളെ അവർ ഓൺലൈൻ മിക്കവാറും സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ.